എല്ലാ തങ്ങൾക്കും പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ഉപ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ? ഉപ നോ ഉപ, ഇപ്പോൾ ഉപ, നെക്സ്റ്റ് ഉപ നോ ഉപ. അപ്പോ ഡയറക്റ്റ് മുഖ്യമന്ത്രി. അപ്പോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാനിപ്പറയുന്നത് എല്ലാവർക്കും ലൈവ് മീഡിയയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നലെ എന്ന് പറഞ്ഞാൽ 2024 ജനുവരി 24 കർണാടകയിലെ അഡ്യാർ കണ്ണൂരിൽ വെച്ച് നടന്ന SYSന്റെ മഹാസമ്മേളനത്തിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനോട് അടുത്ത CM ആണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മംഗലാപുരം അഡ്യാർ കണ്ണൂരിൽ വെച്ച് നടന്ന SYSന്റെ ഐതിഹാസികമായ സമ്മേളനത്തിൽ സുൽത്താനുൽ ഉലമ ഉസ്താദും അതുപോലെ തന്നെ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ, പേരോട് ഉസ്താദിനെ പോലത്തെ വലിയ പണ്ഡിതന്മാർ പങ്കെടുത്തു. അതുപോലെ തന്നെ കർണാടകയിലെ രാഷ്ട്രീയത്തിലെ ഒരുപാട് നേതാക്കന്മാരും പങ്കെടുത്തു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പിന്നെ കർണാടകയിലെ സ്പീക്കറായ UT ഖാദർ, അതുപോലെ തന്നെ ഹിനായത്ത് അലി, BM ഫാറൂഖ്, കർണാടക ഹജ്ജ് മിനിസ്റ്റർ റഹീം ഖാൻ, ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി ഹാജി, അതുപോലെ തന്നെ പ്രധാനമായും കർണാടകയിലെ മുഖ്യമന്ത്രിയായ ശ്രീ സിദ്ധരാമയ്യ അവരുകളെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർക്ക് മറ്റു പരിപാടികൾക്ക് പോവാനിരുന്നത് കൊണ്ട് അവർ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് കൊറോണ കാലത്ത് ഉസ്താദിനുണ്ടായ ആ ആരോഗ്യക്കുറവിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നേരം പ്രസംഗിച്ചത്. അതും നല്ല ഉന്മേഷത്തോടെയായിരുന്നു ഉസ്താദിൻ്റെ പ്രസംഗം. കർണാടക SYS സ്റ്റേറ്റ് കമ്മിറ്റി ഒരുപാട് പദ്ധതികൾ ആ വേദിയിൽ തന്നെ രൂപപ്പെടുത്തി. അതിൽ പ്രധാനമായതാണ് കർണാടക ദേരളക്കട്ടെ എന്ന സ്ഥലത്ത് SYSന്റെ വകയായി 10 കോടിയുടെ സാന്ത്വന ഹോം, കാശില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സാ സൗകര്യവും അതുപോലെ തന്നെ റൂമുകളും മറ്റും അതിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് കർണാടക സർക്കാരിനോട് മുസ്ലിമീങ്ങൾ കർണാടകയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പറഞ്ഞുകൊണ്ട് ശ്രീ DK ശിവകുമാറിനോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഈ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാൻ വേണ്ടി മൗലാന ഷാഫി സാദി ഉസ്താദ് അവരുകൾ പ്രസംഗം നടത്തി. ഈ പറഞ്ഞ 10 കോടിയുടെ ബിൽഡിങ്ങിലേക്ക് 10 ലക്ഷം BM ഫാറൂഖും 5 ലക്ഷം ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി ഹാജി അവരും, അതുപോലെ തന്നെ കർണാടക സർക്കാർ 5 കോടി തരാമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 7 മണിയാകുമ്പോഴേക്കും സുൽത്താനുൽ ഉലമ AP ഉസ്താദും അതുപോലെ തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഒരുമിച്ചായിരുന്നു വന്നത്. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ മുമ്പിലെ കാറിൽ AP ഉസ്താദും അതിന് പിറകിലുള്ള കാറിൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പോൾ സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെ ആ എൻട്രി സദസ്സിനെ വല്ലാതെ ആവേശപ്പെടുത്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം.